പാലക്കാട് മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നടനും സംവിധായകനുമായ രമേശ് പിഷാരടി മത്സരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രമേശ് പിഷാരടിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തിയതുമായി ചർച്ച നടത്തി. അപ്പോൾ രമേശ് പിഷാരടി മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാമെന്ന്, പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാമെന്നുള്ള ഒരു അറിയിപ്പ് രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ സുഹൃത്തുക്കളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. മത്സര സന്നദ്ധ രമേശ് പിഷാരടി ഇതിനകം അറിയിച്ചു കഴിഞ്ഞു. AICC സ്ക്രീനിംഗ് കമ്മിറ്റി രമേശ് പിഷാരടിയുടെ പേരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നിന്ന് നൽകിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഏകദേശം ഏറെക്കുറെ രമേശ് പിഷാരടിയുടെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. നേരത്തെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവ് K മുരളീധരൻ, അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ എന്നിവരുടെ പേരുകളൊക്കെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അന്തിമ പട്ടികയിൽ രമേശ് പിഷാരടിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ദിവസം മുമ്പ് എന്തായിരുന്നു വാർത്ത എന്നറിയാമോ? K മുരളീധരൻ വട്ടിയൂർക്കാവ് വിട്ട് പാലക്കാട്ടേക്ക് നിർദ്ദേശം നൽകി VD സതീശൻ എന്നായിരുന്നു വാർത്ത. ഇന്നിപ്പോ എന്താ വാർത്ത? ഇന്ന് രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് ഒരു 6 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ K ബാബു താൻ തൃപ്പൂണിത്തറയിൽ ഇനി മത്സര രംഗത്തേക്ക് ഇല്ല, പാർലമെന്ററി പാർട്ടിയിലേക്ക് ഇല്ല, അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തന പ്രായം അധികമായി ഇനി ഇല്ല എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തറയിൽ മത്സരിക്കാൻ താനില്ല എന്ന് K ബാബു പറഞ്ഞ ആ നിമിഷം രമേശ് പിഷാരടി ആയിരുന്നു തൃപ്പൂണിത്തറയിൽ. അന്ന് K മുരളീധരൻ പാലക്കാടായിരുന്നു. ഇതിപ്പോ ഇന്നലെ VD സതീശനും അതുപോലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ ഡൽഹിയിൽ ചെന്ന് AICC നേതാക്കളെയും അതുപോലെ കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി നേതാക്കളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തി അവർ കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഉടനെ പുതിയ വാർത്തയാണ്. എന്താ വാർത്ത? ഇന്നലെ അവരവിടെ പോയി സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പട്ടിക നൽകി. ആ പട്ടിക നൽകിയത് ഇത് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പോലും അറിയില്ല കേട്ടോ അതിൽ ആര് പേരാണുള്ളത് എന്ന്. അപ്പോഴാണ് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പട്ടിക നൽകി. ആ പട്ടികയിൽ രമേശ് പിഷാരടി പാലക്കാട്, K മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് തന്നെ എത്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുരളീധരനെ പാലക്കാട്ടേക്ക് VD സതീശൻ നിർദ്ദേശിച്ചു എന്നാ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. പല ആളുകളുടെയും പുറകെ പോകുന്നുണ്ട്. പക്ഷേ ഒരു വിഷയം കൂടി ഉണ്ട്. വാർത്തകൾ ഉണ്ടാക്കാൻ പലതും കഴിയും, മനസ്സിലായില്ലേ? പലതും വാർത്തയാക്കാൻ പറ്റും. പക്ഷെ ഇത് വാർത്തയാക്കിയിട്ട് ഇത് വ്യൂവർഷിപ്പ് വേണം, TRP റേറ്റിംഗ് വേണം. ഇതുണ്ടെങ്കിലല്ലേ ഈ വാർത്തകൾ 24 മണിക്കൂറും വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യണത്? ഇത് വലിയൊരു ബിസിനസ്സാ, മനസ്സിലായില്ലേ? വലിയൊരു ബിസിനസ്സാ ഇത്. ഈ ബിസിനസ്സിൽ 24 മണിക്കൂറും നുണകളും ഊഹാപോഹങ്ങളും പച്ച നുണകളും വിളിച്ചു പറഞ്ഞ് 24 മണിക്കൂറും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താ പ്രശ്നം എന്താണ്? ഈ 24 മണിക്കൂറിൽ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിന് വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിലേ പണം വരുള്ളൂ, മനസ്സിലായില്ലേ? TRP റേറ്റിംഗ് വേണം. റേറ്റിംഗ് ഉണ്ടെങ്കിലേ മണി തിരിച്ച് കിട്ടുള്ളൂ. അതല്ലാതെ ഈ അവസാനം വരെ ഈ പണിയെടുത്തിട്ട് മാസം ലാസ്റ്റ് ശമ്പളം കിട്ടാത്ത അവസ്ഥയാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്ത് വേണം? തൃപ്പൂണിത്തറയോ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ പറവൂരോ ഇതൊന്നും ചർച്ച ചെയ്തിട്ട് കയറില്ല. ചർച്ച എവിടെയായിരിക്കണം? ചർച്ച പാലക്കാട് കേന്ദ്രീകരിച്ചായിരിക്കണം. കാരണം എന്താ? പാലക്കാട് ഒരു പേരുണ്ട്. എന്താ പേര്? രാഹുൽ മാങ്കൂട്ടം എന്ന അവിടുത്തെ സിറ്റിംഗ് MLA പേരുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം രാഹുലിനെ സംബന്ധിച്ച് രാഹുലുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കാൻ മിഞ്ഞാന്ന് ഒരു ദിവസം ശ്രീകണ്ഠനും രാഹുലും ഒരു ചായ കുടിച്ചപ്പോൾ അന്നത്തേക്കുള്ള കണ്ടന്റ് അത് അവിടെ കിട്ടിയിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ചായ കുടിച്ചത് ഇപ്പം ഇന്ന് ചായ കുടിച്ചില്ല, അപ്പം മെഞ്ഞാന്ന ചായ കുടിച്ചിട്ടുള്ളൂ. ആ ചായ കുടിച്ചതിൻ്റെ ആകെ കിട്ടിയ ഒരു ഫോട്ടോ. ആ ഫോട്ടോ വെച്ചിട്ട് അന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ മാപ്രകൾ തള്ളി നീക്കി. അപ്പം അത് കഴിഞ്ഞു. ഇപ്പം രാഹുലുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനൊന്നുമില്ല. ഇപ്പം എന്ത് ചെയ്യണം? രാഹുലുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ വീണ്ടും മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വാർത്ത കൊടുക്കുക. അതാണിപ്പോൾ രാഹുലുമായി ബന്ധമുള്ളത്. എന്താണ്? പാലക്കാട്. അപ്പോൾ പാലക്കാടെ മറ്റു പലരിലേക്കും ചേർത്ത് വെക്കുക. എനിക്ക് ഇതിന് കോമഡി, ആദ്യം പറഞ്ഞ പേര് കണ്ണൻ ഗോപിനാഥൻ പാലക്കാട്ട് മത്സരിക്കും, രാഹുൽ ഇല്ല, രാഹുലിനെ മത്സരിപ്പിക്കില്ല, മറിച്ച് കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കും. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ല, വീണ്ടും ട്വിസ്റ്റ്, പാലക്കാട് ശ്രീനാദേവി കുഞ്ഞമ്മ കൽപ്പാത്തി വരെ ഒന്ന് പോയതാ.
ആ കൽപ്പാത്തി വരെ ഒന്ന് പോയി വന്നപ്പോഴേക്കുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ പാലക്കാട് മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നത്. അവിടെ തീർന്നോ? ഇല്ല. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ കെ മുരളീധരനോട് പാലക്കാട്ടേക്ക് മത്സരിക്കാൻ നിർദ്ദേശം നൽകി VD സതീശൻ. ഒന്ന് ആലോചിക്കണം ഇവരുടെ ഒരു കാര്യങ്ങളെ. എനിക്ക് വലിയ കോമഡിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു വാർത്താ ദാരിദ്ര്യം, കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ വാർത്തകളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്. എന്താണ് അത്? എല്ലാ ചാനലുകാർക്കും അറിയാം. അതിപ്പോൾ ഇന്ന ചാനൽ എന്നൊന്നുമില്ല, എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. എന്താണ് കണ്ടന്റ്? അത് രാഹുലാണെങ്കിൽ അത് വേറെ തന്നെ ഒരു റീച്ചാണ്, വേറെ തന്നെ ഒരു റേറ്റിംഗ് ആണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇതിപ്പോൾ ഏതെങ്കിലും നേതാവ് ഒന്ന് ഡൽഹിക്ക് പോകാൻ വേണ്ടി നിൽക്കുക. കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ 140 മണ്ഡലത്തിൽ ഇന്നലെ സതീശനും സണ്ണി ജോസഫും പോയിട്ട് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേരളത്തെക്കുറിച്ച് മാത്രമാണ്, പാലക്കാടിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വാർത്തകൾ ഉണ്ടാക്കുകയാണ് വെറുതെ. ദാരിദ്ര്യം, ഇന്നലെ രാഹുൽ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യമാണോ, നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലേ, ഇതൊക്കെയാണോ വാർത്ത? ചായ കുടിക്കുന്നതും സംസാരവും ചായ കുടിയൊക്കെ എത്ര ആൾക്കാർ കേരളത്തിലുള്ള ആളുകൾ ചായ കുടിക്കുകയും സംസാരിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ ടൈം. എന്നിട്ട് പിന്നെ അതിൽ ഇത്ര വലിയ കാര്യം എന്താ? അപ്പോൾ ഒരു കാര്യം കണ്ടന്റ് ഇല്ല. മാത്രമല്ല ഇത് ഇത് മറ്റു പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കോൺഗ്രസ്സിന് പാലക്കാട് സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ പാലക്കാടിനെ കുറിച്ചാണല്ലോ പറയുന്നത്, കോൺഗ്രസ്സിന് എന്തോ വലിയ പ്രതിസന്ധി. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കണോ, കെ മുരളീധരനെ കൊണ്ടുവരണോ, പിഷാരടിയെ കൊണ്ടുവരണോ, ശ്രീനാദേവിയെ കൊണ്ടുവരണോ, അങ്ങനെ ടോട്ടലി കോൺഗ്രസ് കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള ഒരു വലിയ പ്രചരണം ഉണ്ടാക്കുക. എന്നാൽ കോൺഗ്രസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ചർച്ച നടക്കുന്നത്, അതാണ് ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത്. കോൺഗ്രസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ട്? അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്നുള്ളതിന് കോൺഗ്രസ്സിന് കൃത്യമായ, വളരെ വ്യക്തമായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ കണക്കാക്കുന്നത് എന്താണ്? രാഹുലിനെ മത്സരിപ്പിക്കില്ല, രാഹുലിനെ മാറ്റി നിർത്തും, എന്നിട്ട് പകരം ആര് എന്നുള്ളത് പോലും ഇവർക്കൊരു പിടുത്തു. കാരണം ഇവർക്ക് ഇത് ഞാൻ പറയുന്നതിൻ്റെ മറ്റൊരു വശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ മാറ്റി നിർത്തുമെന്നോ രാഹുലിനെ മാറ്റി നിർത്തി മറ്റൊരാളെ മത്സരിപ്പിക്കുമോ എന്നോ ഉള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും, അങ്ങനെ സംഭവിക്കില്ലേ, ഇനി രാഹുലിനെ മാറ്റി നിർത്തിയാൽ ആര് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ളത് ഒരറിവും ഈ മാപ്രകൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇവരുടെ ഊഹങ്ങൾക്കനുസരിച്ച് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ കണ്ണൻ ഗോപിനാഥൻ, പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ, അത് കഴിഞ്ഞ് കെ മുരളീധരൻ, ഇപ്പം രമേശ് പിഷാരടി, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ എന്തെങ്കിലും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ ഓരോരോ ഊഹാപോഹങ്ങളാണ്. ഇവർക്കൊരു വാർത്തയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ കണ്ടന്റാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എങ്കിലും രാഹുലിനെ കുറിച്ച് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാഹുലുമായി ബന്ധപ്പെടുത്തി, പാലക്കാടുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം കോൺഗ്രസ്സിൽ വലിയ പ്രതിസന്ധിയാണ്, കോൺഗ്രസ്സിന് ഇപ്പോഴും തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയെ എന്നൊക്കെ രീതിയിലുള്ള ചില ഒരു പ്രതീതി, അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് രമേശ് പിഷാരടി. എനിക്ക് ഭയങ്കര കോമഡിയാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇത് കുറേ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്കി കുത്തലാണ് ഇതൊക്കെ. ഇപ്പോൾ മുരളി ആദ്യം പറഞ്ഞ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രചരണം തുടങ്ങി. അതേസമയം പറയാന്ന് രമേശ് പിഷാരടി തൃപ്പൂണിത്തറയിൽ ബാബുവിൻ്റെ പകരക്കാരനാകും. ഇതേ ആൾക്കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവിൽ പ്രചരണം തുടങ്ങിയ മുരളിയെ പ്രചരണം നിർത്തിപ്പിച്ച് പാലക്കാട്ടേക്ക് എത്തിച്ചു. അന്ന് നിർദ്ദേശം നൽകിയത് VD സതീശനായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ്? തൃപ്പൂണിത്തറയിലും ഇതുപോലെ പ്രചരണം തുടങ്ങിയ രമേശ് പിഷാരടി എവിടേക്കെത്തി? പാലക്കാട്ടേക്ക് എത്തി.
ഇന്ന് ഇവരാരെങ്കിലും എവിടെയെങ്കിലും പ്രചരണം തുടങ്ങിയോ? ഇവരാരെങ്കിലും ആരോടെങ്കിലും പറഞ്ഞോ ഞാൻ മത്സരിക്കുന്നുണ്ടെന്ന്? അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പിഷാരടീനെ പാലക്കാട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരറിവുമില്ല, ഒരു ആധികാരികമായ അറിവോ അല്ലെങ്കിൽ വല്ല വിവരങ്ങളോ ഇൻഫർമേഷനോ ഒന്നും കയ്യിലില്ല. ആകെയുള്ളത് ഇപ്പോൾ രാവിലെ ചാനലിലെ മേധാവി ഏതെങ്കിലും ഒരു റിപ്പോർട്ടറെ വിളിച്ച് പറയും, എടാ ഇന്ന് നമ്മളെ കണ്ടൻറ്റ് പാലക്കാടാണ്, അപ്പോൾ പാലക്കാട്ടേക്ക് നമ്മൾ പിഷാരടിയെ അവിടേക്ക് എത്തിക്കുന്നു, അപ്പോൾ പിഷാരടി പാലക്കാട് മത്സരിക്കും എന്നുള്ളതാണ് കണ്ടൻറ്റ്. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു കണ്ടൻറ്റ്, ഒരു വീഡിയോ, ഒരു 4-5 മിനിറ്റുള്ള ഒരു വീഡിയോ നീ റെഡിയാക്കി നിന്നോ. അടുത്ത് ലൈവിൽ ഇത്ര സമയത്ത് ലൈവിൽ ഞാൻ വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും. ആ വിളിക്കുമ്പോൾ നീ ഇതൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതാണ് രാവിലത്തെ നിർദ്ദേശം. അതിനനുസരിച്ച് ഒരു റിപ്പോർട്ടർ എവിടെയെങ്കിലും നിന്ന് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വല്ലാത്തൊരു ദാരിദ്ര്യമാണ്. ഈ പച്ച നുണ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ പൊട്ടുമാരാക്കുക, ഇന്ന് ഇവർക്കൊരു ഉളുപ്പ് വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പാലക്കാട്, കേരളത്തിലെ മാധ്യമങ്ങൾ പാലക്കാട് ആര് മത്സരിക്കുന്നു? ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞു കണ്ണൻ ഗോപിനാഥൻ, പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ, കെ മുരളീധരൻ, ഇപ്പോൾ രമേശ് പിഷാരടി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതപ്പോൾ എന്തെങ്കിലും ഒരു 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 അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു വിവരം വെച്ചിട്ടാണോ ഇവർ പറയുന്നത്? അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങളും പച്ച നുണകളും ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഇപ്പോൾ വി ഡി സതീശനും സണ്ണി ജോസഫും ഡൽഹി വരെ പോയി. അപ്പോൾ ആ ഡൽഹി പോയി എന്നുള്ള ഒരു ബേസ് വെച്ചിട്ട്, ആ കാരണം വെച്ചിട്ട് ഇപ്പോൾ പിഷാരടിയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.